ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് പരോൾ. കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് പ്രതികൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു പ്രതികൾ. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സുനില്, ആർക്കൊക്കെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്? കൊടിസുനിയെ ഒഴിവാക്കാനുള്ള ഒരു കാരണം എന്താണ്? അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിലൂടെ എന്താണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? കൊടിസുനി ഒഴികെയുള്ള ബാക്കി 10 പ്രതികൾക്കാണ് ഇപ്പോൾ സർക്കാർ പരോൾ അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നലെയാണ് അവസാനിച്ചത്. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ 10 പ്രതികളും പുറത്തിറങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളുകളാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊടിസുനി നിലവിൽ തവന്നൂർ ജയിലിലാണ്. എന്തായാലും ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരോൾ ലഭിച്ചത് 2013 ദിവസമാണെന്ന് നേരത്തെ നിയമസഭയിൽ സർക്കാർ വെളിപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് 11 പ്രതികൾക്കും പലതവണയായി 6 മാസത്തോളം പരോൾ ലഭിച്ചത് എന്നൊരു ആക്ഷേപമുണ്ട്. ഇത്തരമൊരു ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ 10 പ്രതികൾക്കും ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കൊടിസുനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി കൊടിസുനിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊടിസുനിക്ക് മാത്രം പരോൾ ഒഴിവാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഈ 10 പ്രതികൾക്കും ഒരുമിച്ച് പരോൾ കൊടുക്കുന്നതും ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇങ്ങനെ എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10 പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം നൽകിയിരിക്കുന്നു. സുനിൽ, അതായത് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് ടി.പി. വധക്കേസ് വീണ്ടും ചർച്ചയായതൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് വരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ടി.പി. വധക്കേസിലെ എല്ലാ പ്രതികൾക്കും സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 പ്രതികൾക്ക് ഒരുമിച്ച് ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത്, അതിലും ഒരു രാഷ്ട്രീയമായി ഒക്കെ നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ടി.പി. വധക്കേസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായും ടി.പി. വധക്കേസ് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അതിനുശേഷം ആക്കിയായാലും അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട് നമ്മൾ സെൻട്രൽ ജയിൽ സൂപ്രണ്ടോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ 10 പേരും പല ഘട്ടങ്ങളിലായി പരോളിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അവരുടെ അപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്. ജയിൽ വെൽഫെയർ കമ്മിറ്റിയും ഇത്തരത്തിൽ ഒരു ശുപാർശ ഇവർക്ക് പരോൾ നൽകണമെന്നത് സംബന്ധിച്ച് ഒരു ശുപാർശ നൽകിയിരുന്നു എന്ന് വേണം കരുതാൻ. ഈ 2 ശുപാർശകളുടെയും ഈ ശുപാർശയുടെയും ഒപ്പം ഇവരുടെ അപേക്ഷ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇവർക്ക് വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 10 പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ നൽകുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ LDF സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ 7 വർഷം കഴിയുന്നു. 7 വർഷത്തിനിടയിൽ ഏതാണ്ട് 2000-ലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു എന്ന് കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞതാണ്. സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരം വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവർക്ക് വീണ്ടും പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച അന്ന് തന്നെ, അതായത് അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവർക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിക്കുകയും ചെയ്തു. 10 പ്രതികൾക്ക്, കൊടിസുനി ഒഴികെയുള്ള ബാക്കി 10 പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിൽ 10 പേർക്കും ഒരുമിച്ച് പരോൾ അനുവദിച്ചിരിക്കുന്നത്. സുനിൽ ഐസക് ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.